ഇപ്പോൾ കിട്ടുന്ന വാർത്ത അദ്ദേഹത്തിന്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ജെ.കെയുടെ വസതിയുടെ മുൻപിൽ നിന്ന് ക്യാമറമാൻ ആർമിയോടൊപ്പം ഹോബി, ജിനോരമ ന്യൂസ്. നന്ദി ഹോബി. പ്രതിപക്ഷ മന്ത്രി ജങ്കൂക്കിന്റെ മദ്യപിച്ചുള്ള ലൈവിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുകയാണ് ന്യൂസ് അവറിൽ ജിനോരമ ന്യൂസ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുൻ മുഖ്യമന്ത്രിയും എംപിയുമായിരിക്കുന്ന ശ്രീ പീഡിച്ചൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജിമിൻ, VDF പ്രവർത്തകൻ ശ്രീ തെഹ്യോങ്, ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഷുഗാച്ചൻ, താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ജിനേഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളോടാണ് ചോദ്യം, താങ്കൾ പറയൂ. അതായത് ജിനേഷ്, കേന്ദ്ര സർക്കാർ ഹൈബിനെതിരെയാണ് ജങ്കൂക്ക് സംസാരിച്ചതെന്ന് ഒരു ചിലരും, അങ്ങനെയല്ല വേറെ രീതിയിലാണ് സംസാരിച്ചതെന്ന് മറ്റു ചിലരും പറയുന്നു. താങ്കൾ ഇതിലേതാണ് പറയുന്നത്? ഈ അവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവൻ എന്നെ കൂടെ വിളിക്കാമായിരുന്നു. ബെസ്റ്റ്. VDF പ്രവർത്തകൻ തേയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റും ഞാൻ കണ്ടില്ല. ഇത് കണ്ണടച്ചിരുട്ടാക്കലാണ്. എന്നാ അങ്ങോട്ട് സഹിച്ചോ. അടിയുണ്ടാക്കല്ലേ. ജിമിൻ, താങ്കൾ പറയൂ. ഇന്ത്യയിൽ BTS വരും മെറ്റ മോനെ എന്ന് പറഞ്ഞ ചിലരുടെ കൂടെയാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഹൈബിന്റെ വേൾഡ് ടൂർ ബഡ്ജറ്റ് അവതരണ ലിസ്റ്റിൽ ഇന്ത്യയുടെ പേര് എവിടെയെന്ന് ഞാൻ ഊന്നി ചോദിക്കുകയാണ്. ഏപ്രിൽ ഞാൻ ബിസി ആയിരിക്കും, അതുകൊണ്ടാണ് നേരത്തെ ഫുള്ളാക്കി വിട്ടത്. ഇതൊക്കെ പാർട്ടിയുടെ പുതിയ നയങ്ങളാണ്. താങ്കൾ വിഷയത്തിൽ നിന്ന് തെന്നുമാറുന്നു. ഈ കേന്ദ്ര സർക്കാരിന് ഞങ്ങളോട് എന്താ ഇത്ര വിരോധം? കഴിഞ്ഞ ആഴ്ച എന്റെ ചാറ്റ് ലീക്കാക്കി, അതും എന്റെ പെർമിഷൻ ഇല്ലാതെ. അപ്പൊ ഇവനാ ബെസ്റ്റ്. അതെന്താ? ഇവന് സ്റ്റോറി ഇടാൻ പോലും അറിയത്തില്ല. ജിനേഷ്, ചില പൂച്ചകൾ അങ്ങനെയാ, ഇൻസ്റ്റയുടെ പാസ്വേഡ് വരെ മറന്നു. ആരുടെ പൂച്ച? നീയാടാ പൂച്ച? നിന്റെ ഉണ്ട കണ്ണുകെട്ട അറിയത്തില്ലേ? കോഴിക്കുഞ്ഞ, നീ അവിടുത്തെ ധനകാര്യ മന്ത്രിയാ? നീ കൊറിയയിൽ എവിടെയുള്ളത്? പട്ടാളത്തിൽ ജോലിയുള്ളൊരു ചന്ദ്രനെ അറിയാവോ? ചന്ദ്രനാ? ജിന്നാണോ? നമുക്കും കൊറിയ അറിയാന്നൊക്കെ തന്നെ. നിനക്ക് കൊറിയയിൽ വലിയിട്ട് ഒരു പാർക്കി അങ്ങനെ അറിയോ? ആരുടെ നിമിഷം വെയിറ്റ് ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി ജൂണി ടീച്ചർ ടെലിഫോൺ ലൈനിലുണ്ട്. ജൂണി ടീച്ചറെ, എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞാനിവിടെ ഒരു മ്യൂസിയത്തിന്റെ ഇനോഗ്രേഷന് വന്നതാണ്. സ്വാഭാവികം. ഞാൻ കുക്കിയുടെ ലൈവ്. ആരുടെ? ക്ഷമിക്കണം, പ്രതിപക്ഷ മന്ത്രിയുടെ ലൈവിനെ പറ്റി ഞാൻ പിറ്റേന്ന് രാവിലെയാണ് അറിയുന്നത്. അപ്പോഴേക്കും കമ്പനിക്കാർ അത് ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നമ്മളോട് മാത്രം ഇങ്ങനെയെന്നാണ് എനിക്കറിയത്തില്ലാത്ത. MP പീഡിച്ചൻ, എന്തുകൊണ്ട് താങ്കളുടെ പാർട്ടി വ്യൂവേഴ്സിൽ നിന്ന് ആ ലൈവ് ഡിലീറ്റ് ആക്കി? അതായത് ജിനേഷ്, ഞങ്ങളുടെ കമ്പനിക്ക് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഞങ്ങൾ ഇത് ചെയ്തത് ഐഡൽസിന്റെ മെന്റൽ ഹെൽത്തും അവരുടെ നന്മയ്ക്കും വേണ്ടിയാണ്. നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല BTS എന്ന പാർട്ടിയോട് കേന്ദ്ര സർക്കാർ ഹൈബും കൊറിയൻ മീഡിയസും കാണിക്കുന്ന ഈ അവഗണനയും വെറുപ്പും. 1, 2 തവണയല്ല, 100 കണക്കിന് തവണ നിങ്ങൾ അവരെ അവഗണിച്ചിട്ടുണ്ട്. BTS എന്ന പാർട്ടി നിങ്ങളോട് എന്ത് ചെയ്തു? ബാങ്ക്രപ്റ്റ് എന്ന് കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവന്നതോ? 4 ആൾ കൂടി നിൽക്കെ ഹൈബ് എന്ന കമ്പനിയെ വളർത്തിയതോ? നാണമില്ലേ കൊറിയൻ മീഡിയാസ്? ടാക്സ് തട്ടിപ്പ് കേസിൽ നിന്റെയൊക്കെ ഓപ്പമാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വന്തം വീടിന് മുമ്പിൽ സ്വന്തം സ്കൂട്ടറിൽ നിന്ന് വീണ ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്ത കൊറിയൻ മീഡിയാസ് കൊറിയക്കാരെ, നിങ്ങൾക്ക് എന്റെ നടുവിരൽ നമസ്കാരം. ഹേറ്റേഴ്സിന്റെ ഭീഷണിയുടെ മുമ്പിൽ പതറി പോകുന്നവരല്ല BTS എന്ന സംഘടനയും BTSലെ പിള്ളേരും. ഹൈബേ, നിന്റെയൊക്കെ തലതൊട്ടപ്പം പീഡിച്ചൻ വിചാരിച്ചിട്ട് അവരെ ഒതുക്കാൻ പറ്റിയില്ല. പിന്നെയല്ല ഇന്നലത്തെ മഴയെ കയറി വന്ന ആ മിന്നിപ്പെണ്ണുമ്പോൾ അവളെന്റെ കൈ കിട്ടിയാണ്ടല്ലോ വലിച്ചെറിയാൻ. ജിനേഷ്, കാം ഡൗൺ. പിന്നെ ദേഷ്യം വരില്ലേ? കണ്ടറിയത്തില്ല അവളൊക്കെ പുറമ്പോക്കാന്ന്. ജിനേഷ്, നീ അവിടെ ഇരിക്കുക. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, അണ്ടിക്കോട് ഭഗവതി ക്ഷേത്ര ഉത്സവത്തിൽ ആനയിടഞ്ഞു. ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ന്യൂസ് റീഡ് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പ്രതിപക്ഷ നേതാവ് ജങ്കൂക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ലൈവിലുണ്ട്. പിന്നെയും കുടിച്ചോ? ഇത് ജിനോരമ ന്യൂസ് അല്ലേ? അതെ ജങ്കൂക്ക്, എന്താണ് താങ്കൾക്ക് കമ്പനിയെ കുറിച്ച് പറയാനുള്ളത്? ഈ ചർച്ചയിൽ എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ജിമിനുണ്ട്, തേയുണ്ട്, ഷുഗാച്ചനുണ്ട്. അത് ശരി. എനിക്ക് പറയാനുള്ളത് ജൂണിയോടാണ്. തുടങ്ങി. സ്റ്റിൽ ഐ ലവ് യു. മര്യാദയ്ക്ക് ഞാൻ അൺബ്ലോക്ക് ചെയ്തു, ഇല്ലെങ്കിൽ അടുത്ത ലൈവിൽ നിന്റെ പേരായിരിക്കും ഞാൻ പരാമർശിക്കാൻ പോണത്. ഇപ്പൊ എങ്ങനെ? എന്റെ മോനെ. ചേട്ടാ, എന്താ മോനെ? ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പ്രൊഡക്റ്റ് ആണ് ബുസാൻ ചട്ടികൾ. ഇതിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് തെളിയും. സാർ, ഒന്ന് പ്രൊമോഷൻ അല്ലേ? ഇന്നാ പിടിച്ചോ, വഴിന്ന് വാർഡാ. അയ്യോ, സാർ എങ്ങോട്ടേ ഓടുന്നത്? അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓട്ടോ ആണ്. ഇപ്പൊ ചെന്ന അടുത്ത പഞ്ചായത്തിൽ നിന്ന് പിടിക്കാം. അല്ലേലും ഓൻ എപ്പോഴുള്ളൊരു ഇതാണ്, എപ്പോഴുള്ളൊരു ഇത്. ഏത്? അതൊക്കെ തന്നെ. അതിനർത്ഥം JKയുടെ കളികൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അയ്യേ, അതൊക്കെ വൃത്തികേടല്ലേ? വേണ്ടി വന്നാൽ നെറ്റ്ഫ്ലിക്സുകാർ അതും മേടിക്കും. നിന്നെയൊക്കെ ആരാടാ പിടിച്ച് ധനകാര്യത്തിന്റെ ഓപ്പാക്കിയത്? നിന്റെ ഓപ്പയാടാ ഓപ്പേ. ചർച്ച കഴിഞ്ഞു. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പരിപ്പൂടം ചായം പിടിച്ചോ വന്നിട്ടേ.